ബിജിഎമ്മിന്റെ ആയാലും വിഷ്വലി ആയാലും നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹായ് ഓൾ അമിഗോസ് ഓൺ സ്ക്രീൻ, ദിസ് ഈസ് വിക്കി. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 18 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ട് തരംഗം സൃഷ്ടിച്ച തലേനെയും പിള്ളേരെയും കാണാൻ പോവുകയാണ്. കാര്യം മനസ്സിലായി കാണുമല്ലോ. യെസ്, ഐ ആം ഗോണ വാച്ച് ചോട്ടാ മുംബൈ. നമ്മുടെ തൃപ്പൂണിത്തുറ തിയേറ്ററിലാണ്, ന്യൂസ് സെൻട്രൽ ടാക്കീസ് തിയേറ്ററിലാണ് പോണത്. എൻ്റെ ഇപ്പോൾ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, ജിജോ എന്ന് പറഞ്ഞിട്ട്. ജിജോനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാര്യം ഞാൻ വർക്ക് ചെയ്യണ അവിടുത്തെ വീഡിയോ ഇരുന്നപ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും പുള്ളിക്കാരനും കൂടിയാണ് പോണത്. അപ്പോൾ കാര്യം ഇത്തിരി പഴയ പടമാണെങ്കിലും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. ഇപ്പം കണ്ടാലും ഫ്രഷ്നെസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റീമാസ്റ്റർ ചെയ്ത് കേട്ടുകയാണല്ലോ വന്നേക്കണം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്താ ലാലേട്ടനും പിള്ളേരും, പിന്നെ ആശാന്, പാമ്പ്, അങ്ങനെ നടേശൻ, അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് കോരിത്തരിച്ചിട്ട് വരാമെന്ന് വെച്ച്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ. പടത്തിന്റെ ടൈറ്റിൽ കാർഡ് തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇനി പടത്തിന്റെ അങ്ങോട്ടുള്ള വൈബ് എങ്ങനെയായിരിക്കും. അമ്മാതിരി കരഘോഷം ശരിക്കും പറഞ്ഞ ഒരു ഉത്സവപ്രമാക്കി ശരിക്കും ആൾക്കാർ മൊത്തം തിയേറ്റർ ഫുള്ള്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് ആൾക്കാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ വന്നത് ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ ഒന്ന് ഓഫായി തുടങ്ങിയപ്പോഴും പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അവസാനം ആ ഫ്രണ്ട് റോ അടക്കം ഫില്ലായി. കണ്ടില്ലേ, ഇതാണ് അവിടുത്തെ അവസ്ഥ. അമ്മാതിരി ബഹളം, ആൾക്കാർ പൂരപ്പുറമ്പാക്കി ശരിക്കും തിയേറ്ററിൻ്റെ ഉള്ളിൽ. ഈ പാട്ടൊക്കെ വന്ന സമയത്തായാലും ആൾക്കാർ ഒരുമിച്ച് പാടി ഡാൻസ് കളിച്ച് നമുക്ക് അവിടെ കാണാം. സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടിട്ട് എനിക്ക് അത്രയൊക്കെ വീഡിയോ സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി ബഹളമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ. ഈ പാട്ടിൻ്റെയൊക്കെ പറയാനായിട്ട് ഒന്നും പറയാനില്ല. ഒന്നും അത് ഈ പാട്ട് നമ്മുടെ എവിടെ പാട്ടിട്ടാലും ആൾക്കാർ ഒരുമിച്ച് തുള്ളണ സാധനമാണ്. അപ്പോൾ അത് തിയേറ്ററിൽ ഇമാതിരി അറ്റ്മോസ്ഫിയറിൽ ആൾക്കാർ തുള്ളി തിമിർക്കണായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫുള്ള് വൈബ്. ഇതിലിപ്പോൾ പടം കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി പോണ സീനാണ് ഇത്. ഫസ്റ്റ് റോന്ന് ഒരാൾക്കാർ പോണ നോക്കി. അമ്മാതിരി അത്രയും ആൾക്കാരുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഫാമിലീസ് ആയിരുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു കൂടുതലും വന്നേക്കണം. കണ്ട ഫാമിലീസാണ് കൂടുതലും വന്നിരിക്കുന്നത്. അതിപ്പോൾ റീ റിലീസ് ആണെന്നുള്ളൊരു ഫീലേ കിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങിയിട്ട് അവസാനം വരെ. അപ്പോൾ ഗൈസ് പടം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പുതിയ പടം കണ്ട ഒരു ഫീലാണ് അല്ലേ? നമ്മുടെ എന്താ പറയാ, ഒരു പുതിയ പടം, അതായത് ഇന്ന് ഇറങ്ങിയ പടം കാണുന്ന അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ശരിക്കും ഇവിടെ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു പുതിയ പടം ഇറങ്ങിയപ്പോൾ ഇത്ര ആൾക്കാർ, ഇത്ര ക്രൗഡായിട്ട് ഞാൻ തിയേറ്ററിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അതിപ്പോൾ ഇവിടെ വന്നേക്കണ ഓൾമോസ്റ്റ് എല്ലാവരും ഈ പടം കാണാനായിട്ട് വന്നേക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അത്ര ആൾക്കാരായിരുന്നു. ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു. 2-3 സീറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരുന്നു. അത് വൈബ് പടം എന്നുവെച്ചാൽ ആ പഴയ ഫീല് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ ആ സംഭവം. അത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ആക്കിയിട്ട് ഫുള്ള് എന്താ പറയാ റീമാസ്റ്റർ ചെയ്ത് സെറ്റ് ആക്കിയേക്കണ പടം. ആ ഒരു പാട്ടിന്റെ ആയാലും ബിജിഎമ്മിന്റെ ആയാലും വിഷ്വലി ആയാലും നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സെറ്റാ പടം. ഒന്നും ഒരു രക്ഷയില്ല. ഞാൻ എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻ അങ്ങനെ തന്നെ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നൈസ് പടം. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. നൈസ് എന്ന് വെച്ചാൽ ഇത്രയും ടൈം 2 മണിക്കൂറൊന്നും പോണ അറിയില്ല പടം. അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ കാണുമ്പോഴേ അങ്ങനെ തോന്നാറില്ല. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് അതിനേക്കാളും ഇത്തിരി കൂടി എഫക്റ്റ് ആണ്. എന്താ അയ്യോ അപ്പുറത്ത് എന്താ പരിപാടിയിലേക്ക് പോയി, സോറി. അപ്പോൾ ഇത്രയുള്ള കാര്യം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.